നമസ്കാരം, എല്ലാവർക്കും പാചക ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് നൂഡിൽസ് അല്ലേ. നമുക്ക് പലപ്പോഴും പാക്കറ്റിൽ കിട്ടുന്ന നൂഡിൽസ് മേടിച്ചു കൊടുക്കാൻ മടിയായിരിക്കും. അതിൽ പ്രിസർവേറ്റീവ്സിൻ്റെ കാര്യം, കെമിക്കൽസിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പാക്കറ്റിൽ കിട്ടുന്ന നൂഡിൽസ് കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നൂഡിൽസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം അതെങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതെന്നും കാണാം. അപ്പോൾ ഈ ഫ്രഷ് ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കാണിക്കുന്നത് 2 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ മുട്ട നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിന് പകരം കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മാവ് ഉണ്ടാക്കുമ്പോൾ പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഈ മുട്ട നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അടിച്ചു വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ഈ മാവ് ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് അങ്ങ് ഒട്ടലുള്ള പോലത്തെ മാവാകാനും പാടില്ല. നമ്മളിത് ഇടിയപ്പത്തിൻ്റെ അച്ചിപ്പൊടി പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ടൈറ്റായി പോയാലും നമുക്ക് അതിൽക്കൂടി പ്രസ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഒട്ടലുള്ളതായി പോയാലും നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. നിങ്ങൾ മുട്ട ചേർക്കുന്നില്ലെങ്കിൽ ഏകദേശം ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. നമ്മുടെ നൂഡിൽസിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് ഇത് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റോളം ഇത് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ഒരു മിനിമം 15 മിനിറ്റ് എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ ഈ നൂഡിൽസിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കനം കുറച്ച് മുറിച്ചെടുക്കാം. ഇനി ഇത് തീപ്പെട്ടിക്കുള്ളിയുടെ കനത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് ജൂലിയൻ കട്ട് എന്നാണ് പറയുന്നത്. ഇനി ഞാനൊരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിന്റെ ചെറിയ ഭാഗം മതി, ഒരു 30 ഗ്രാം ക്യാപ്സിക്കം മതി. ഇത് 2 സൈഡ് പോലെ മുറിച്ച് കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഏകദേശം 50 ഗ്രാം ഉണ്ടാവും, അത് ഇതുപോലെ മുറിച്ചെടുക്കാം. ഒരുപാട് തിന്നാക്കണ്ട, ഇതുപോലെ ഇത് വിടുവിച്ചെടുത്തിട്ട് ഇത് നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി ഒരു സവാള എടുക്കുന്നുണ്ട്. 4 or 5 വെളുത്തുള്ളിയും കൂടി എടുക്കാം. ഇനി ഒരു സ്പ്രിംഗ് ഓനിയൻ എടുക്കുന്നുണ്ട്. ഇതും ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പം ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് സോസിന്റെ ഒരു മിക്സ് തയ്യാറാക്കി വെക്കണം. നിങ്ങൾക്ക് സോസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്ലേവറിൽ നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സോസ് ചേർത്ത് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ സോയാ സോസ് എടുക്കാം, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനാഗിരി. ഇത്രയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഈ സോസിന്റെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് സോസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ മസാലപ്പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 നുള്ള ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇത്രയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ അളവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നൂഡിൽസ് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് കുഴച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നൂലപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് മാറ്റാം. ഇനി
ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കുക. ഒരു 2 ലിറ്ററോളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് മാവ് പ്രസ് ചെയ്ത് ചേർക്കാം. നമ്മൾ ഈ വെള്ളത്തിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എണ്ണയൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിനെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് നന്നായിട്ട് വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് മാവ് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നീളത്തിലായി കഴിയുമ്പോൾ നമുക്കിത് മുറിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓവറായിട്ട് വേവിക്കരുത്. കൂടുതൽ വെന്താൽ ഇത് കുഴഞ്ഞു പോകും. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചെറിയ പീസ് എടുത്തൊന്ന് കടിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പാകത്തിന് വെന്തിട്ടുണ്ടോന്ന്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഊറ്റി മാറ്റാൻ പോവാണ്. ഇത് നമ്മൾ കോരിയെടുത്ത് തണുത്ത വെള്ളമുള്ള ഒരു ബൗളിലേക്ക് മാറ്റണം. തണുത്ത വെള്ളത്തിലേക്ക് ഇത് ഇടുമ്പോൾ വീണ്ടും ഇത് കുക്കാകാതിരിക്കും. മാത്രമല്ല ഇതിലെ ഈ അധികമായിട്ടുള്ള സ്റ്റാർച്ച് കഴുകി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടാതിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്ന ഈ വെള്ളം 2 തവണ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോഴും അതിലുള്ള അധികമായിട്ടുള്ള സ്റ്റാർച്ച് കഴുകി പോകുന്നതുകൊണ്ട് ഈ നൂഡിൽസ് തമ്മിൽ ഒട്ടാതിരിക്കും. അങ്ങനെ 2 തവണ മാറ്റിയെടുത്ത ശേഷം നമുക്കിത് അരിപ്പയിലേക്ക് എടുക്കാം. എന്നിട്ട് കൂടുതലായിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് കുടഞ്ഞു കളയണം. ഇനി നമ്മുടെ ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരുന്നോളും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ വഴറ്റിയെടുത്ത് അതിലേക്ക് നൂഡിൽസ് ചേർത്ത് സോസൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വെച്ച് വേഗം ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ സോസൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചത്. ഇത് വഴറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു പാൻ നന്നായിട്ട് ചൂടാക്കാം. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളത് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് സവാള ചേർക്കാം. വീണ്ടും 1 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസ് കൂടാതെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാം. പിന്നെ ചിക്കൻ വേവിച്ച ചിക്കൻ ചേർക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ക്യാബേജും ക്യാപ്സിക്കം ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നൂഡിൽസ് അധികം പൊട്ടിപ്പോകാതെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ ഒന്ന് ടോസ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ചൂടോടെ തന്നെ വിളമ്പാം. ഇത് നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അധികം പൊട്ടിപ്പോകാതെ നല്ല നൂഡിൽസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സോസ് ചേർക്കാതെ മസാലപ്പൊടി ചേർത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ വഴറ്റിയെടുത്ത് നൂഡിൽസ് ചേർക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാലപ്പൊടിയും അതോടൊപ്പം തന്നെ 1 നുള്ളി പഞ്ചസാരയും കൂടി ചേർക്കാം. കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മസാല ചേർന്നിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനും. ഞാനിത് 2 രീതിയിലും വീട്ടിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. സാധാരണ ചൈനീസ് ഫുഡിലൊക്കെ അജിനോമോട്ടോ, അതായത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് അജിനോമോട്ടോ അത്രയ്ക്ക് അപകടകാരി അല്ല എന്നാണ്. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഈ കിട്ടിയൊരു അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
സോസ് ചേർത്തും സോസ് ചേർക്കാതെ ഇത് ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. പാചകം ചാനലിന്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ കാണുന്നതിന് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.